നമ്മൾ സാധാരണ ഈ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി ഇതിനെപ്പറ്റിയിട്ടൊന്നും ചിന്തിക്കാറില്ല. വേദാന്തികൾക്ക് ഇത് വളരെ പ്രധാനമാണ്. കാരണം ആത്മവസ്തു ഈ അവസ്ഥാത്രയ സാക്ഷിയാണ്. ഈ മൂന്ന് അവസ്ഥകളിലും അത് സാക്ഷിഭൂതമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. എനിക്കൊരു അനുഭവമുണ്ടായി. അത് സ്വപ്നത്തെ പറ്റിയിട്ടാണ്. സ്വപ്നത്തെക്കുറിച്ച് എന്നെ നന്നായിട്ട് അത് ചിന്തിപ്പിച്ചു. അത് അമ്മയുടെ മഹത്വത്തെ എടുത്തു പറയുന്നത് കൊണ്ടും ഞാനത് ഇവിടെ എല്ലാവരുടെ കൂടെ ഷെയർ ചെയ്യുകയാണ്. ഇതുണ്ടായത് 10-25 കൊല്ലം മുമ്പാണ്. ഞാൻ പഠിക്കുന്ന സമയത്താണ്. തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. തിരുവനന്തപുരത്തുനിന്ന് വള്ളിക്കാവിൽ വരാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ എല്ലാ ദേവീഭാവത്തിനും ഞാൻ തികച്ച് എല്ലാ ദേവീഭാവം എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും മിക്ക ദേവീഭാവങ്ങൾക്ക് ഞാൻ വരുമായിരുന്നു. പഠിക്കുന്ന കാലത്ത് സിനിമയ്ക്ക് പോകുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ അത് പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ സിനിമയ്ക്ക് പോകും. എനിക്കത് നിർത്താൻ സാധിച്ചില്ലായിരുന്നു. ഒരു പ്രാവശ്യം ഒരു ഉറപ്പെടുത്തു, അങ്ങനെ സിനിമയ്ക്ക് പോയില്ലാന്ന് തീരുമാനിച്ചു. അങ്ങനെ നിർത്തി. അങ്ങനെ 2-3 കൊല്ലം സിനിമയ്ക്ക് പോകാണ്ടിരുന്നു. പക്ഷേ ഒരു തവണ എല്ലാവരും പ്രേരിപ്പിച്ചപ്പോൾ അങ്ങനെ പോയി. പിന്നീട് വീണ്ടും പഴയതുപോലെ തന്നെ ആ സ്വഭാവം തുടങ്ങി. അമ്മയെ കാണാൻ തുടങ്ങിയതിന് ശേഷം ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തതിൽ എനിക്ക് വലിയ മനസാക്ഷിക്കുത്തുണ്ടായി, വലിയ വിഷമമുണ്ടായി. അപ്പോൾ അന്ന് കുടിലിൽ ദർശനം നടക്കുന്ന സമയമാണ്. അന്ന് അമ്മയടുത്ത് വന്നു. അമ്മയടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഞാൻ കുറേ സിനിമയ്ക്ക് പോയി എന്ന് അമ്മയടുത്ത് പറഞ്ഞു. അതിന് മുമ്പ് ഒരിക്കലും ഞാൻ അമ്മയടുത്ത് പേര് പറഞ്ഞ് പരിചയപ്പെടുകയോ അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യണമെന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അമ്മയടുത്ത് ദർശനത്തിന് വരും, ദർശനം മേടിക്കും, തിരിച്ചു പോകും. ഒന്നും തന്നെ അമ്മയോട് സംസാരിച്ചിട്ടുമില്ല. അമ്മ എന്നോട് ഒന്നും തിരക്കാറുമില്ല. പക്ഷെ അന്ന് വളരെ വിചിത്രമായിട്ട് ഓരോന്നും എടുത്തു ചോദിച്ചു. ഏത് തിയേറ്ററിൽ പോയി, എവിടേക്ക് പോയി, എന്ത് സിനിമ കണ്ടു എന്നൊക്കെ പറഞ്ഞ് അമ്മ വളരെ കഠിനമായിട്ടുള്ള വാക്കുകളോടുകൂടി സംസാരിച്ചു. അത് കഴിഞ്ഞ് എല്ലാവരോടായിട്ട് പറഞ്ഞു, ഇങ്ങനെ ഗവൺമെൻറ്റും ഇവരൊക്കെ നേരെ നോക്കാത്തത് കൊണ്ടാണ് ഈ പഠിക്കുന്ന കുട്ടികളൊക്കെ കേടുവരുന്നത്. അവർ വേണ്ടാതീനൊക്കെ പഠിച്ച് ചീത്തയാവുകയാണ്. അവരുടെ ഭാവി ശ്രേയസ്സിന് ഇത് വളരെ ഹാനികരമാണ്. ഇതൊക്കെ ഗവൺമെൻറ് നിർത്തണം എന്നൊക്കെയുള്ള രീതിയിൽ അന്ന് എനിക്ക് പരിചയമുള്ള ഒരുപാട് ആൾക്കാർ തിരുവനന്തപുരത്തും, ഈ സമയം കൊണ്ട് എനിക്ക് തിരുവനന്തപുരത്ത് ഒരുപാട് ഭക്തരോട് പരിചയമുണ്ടായിരുന്നു. ആശ്രമത്തിലും കുറച്ച് പേരോട് പരിചയമുണ്ട്. എല്ലാവരും അമ്മയുടെ ചുറ്റിലിരിക്കുകയാണ്. അപ്പോൾ ഒരു തേജോവധം ചെയ്യപ്പെട്ടു എന്ന് എനിക്ക് തോന്നി. എനിക്ക് വളരെ വിഷമായി. കഴിഞ്ഞ് ഒന്നും മിണ്ടാതെ ഞാൻ മടങ്ങി. അത് കഴിഞ്ഞ് കുറേ നാൾ ഞാൻ അമ്മയുടെ ദർശനത്തിന് പോകാറില്ല. ആശ്രമത്തിൽ വരും, ദൂരെ ഇരിക്കും, ഭജനയ്ക്ക് കേൾക്കും, തിരിച്ചു പോകും. അങ്ങനെ 5-6 മാസം കഴിഞ്ഞു. അമ്മയുടെ ദർശനത്തിന് പോകാത്തത് കൊണ്ടും അമ്മയോട് ഒന്നും സംസാരിക്കാൻ വയ്യാത്തതുകൊണ്ടും അമ്മ നമ്മളെ ചീത്ത പറഞ്ഞതുകൊണ്ട് അമ്മ എന്നെ ഉപേക്ഷിച്ചു എന്നാണ് ഞാൻ കണക്കാക്കിയത്. പക്ഷേ അമ്മ നിഷ്പക്ഷമായിട്ടും, അമ്മയ്ക്ക് വാസ്തവത്തിൽ ദേഷ്യമില്ല, ഒരു മുഖംമൂടി പോലെ ദേഷ്യം കാണിക്കും. അത് മറ്റുള്ളവർ നന്നാവാൻ വേണ്ടിയാണ് എന്നൊന്നും എനിക്കന്ന് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു ഇനി അമ്മയടുത്ത് വന്നിട്ട് കാര്യമൊന്നുമില്ല, വേറെ വല്ല പ്രസ്ഥാനത്തിൽ പോയാലാണ് നല്ലത് എന്നൊക്കെ തോന്നാൻ തുടങ്ങി. അങ്ങനെ 5-6 മാസം കഴിഞ്ഞു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഏറ്റവും വിചിത്രമായ ഒരു കാര്യം എനിക്കുണ്ടായി. അതിനു മുമ്പ് എനിക്കത് ഉണ്ടായിട്ടുമില്ല. എന്താ വെച്ചാൽ ഞാൻ ഉറങ്ങുമ്പോഴൊക്കെ അമ്മയുടെ സ്വപ്നം ഉണ്ടാവും. ചിലപ്പോൾ അമ്മ ദേഷിക്കും, ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ സംസാരിക്കും, ചിലപ്പോൾ സ്നേഹമായിട്ട് പെരുമാറും. എപ്പോൾ ഉറങ്ങിയാലും അമ്മയുടെ സ്വപ്നം എനിക്കുണ്ടാവുമായിരുന്നു. അത് രാവിലെ ആയാലും അതെ, പകൽ ഉറങ്ങിയാലും അതെ, രാത്രി ഉറങ്ങിയാലും അതെ. എപ്പോൾ ഉറങ്ങിയാലും ഞാൻ ഉടനെ എണീക്കുന്നത് അമ്മയുടെ സ്വപ്നം കണ്ടുകൊണ്ടായിരിക്കും. ഇത് ഈ 6 മാസം ഉണ്ടായി. പിന്നീട് ഒരു കൃഷ്ണ ജയന്തി ദിവസം എനിക്ക് കുറച്ചും കൂടി മനസ്സിന് ധൈര്യം വന്നു. അമ്മയടുത്ത് പോവാം. അത് കഴിഞ്ഞിട്ട് ഒരു ദേവീഭാവ ദർശനത്തിൽ അമ്മയടുത്ത് ഞാൻ പോയിട്ട് അമ്മയടുത്ത് ചോദിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഞാൻ ഈ ആശ്രമത്തിൽ വരാൻ അർഹനാണോ അല്ലയോ എന്നൊന്നും അറിയില്ല, ഇവിടെ വരാമോ?
വന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ഉള്ള രീതിയിൽ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി നോക്കണോ, ഞാനിതിന് ഒരു സൂട്ടബിളായിട്ടുള്ള ആളല്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ പോയി അമ്മയടുത്ത് എന്തൊക്കെയോ പറഞ്ഞു. അമ്മ വളരെ സമാധാനത്തോടു കൂടിയും വിശദീകരിച്ചു. ഒരു ആശുപത്രി ഉണ്ടാക്കിയിട്ട് അവിടെ രോഗികൾ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? നീന്ത് പഠിക്കണം, പക്ഷേ തറയിൽ കിടന്ന് നീന്ത് പഠിക്കാൻ പറ്റുമോ? ഒരു പള്ളിക്കൂടം തുടങ്ങി, അല്ല പഠിക്കാൻ ആരും വരരുത് എന്ന് പറയാൻ പറ്റുമോ? എന്നൊക്കെയുള്ള രീതിയിൽ മനഃശുദ്ധി ഈ ഭക്തിയിലൂടെ ഈ പ്രസ്ഥാനത്തിൽ വരുന്നതിലൂടെയാണ് നേടേണ്ടത്. അതിനുവേണ്ടിയാണ് അമ്മ ആശ്രമം സ്ഥാപിച്ചിട്ടുള്ളത്. എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ആരും വരാൻ പാടില്ല, ചിന്തിക്കാൻ പാടില്ല എന്നൊക്കെ വളരെ സ്നേഹത്തോടെ പെരുമാറി അതിനെ മനസ്സിലാക്കി തന്നു. അതിനുശേഷം അമ്മയോടുള്ള അമ്മയ്ക്ക് ഉള്ളിൽ ദേഷ്യമൊന്നുമില്ല. പക്ഷെ പല മുഖംമൂടികളും അമ്മ ധരിക്കും നമ്മളെ നന്നാക്കാൻ വേണ്ടി എന്നുള്ളത് കുറച്ച് ആ സൂചനകൾ എനിക്ക് കിട്ടി. അതിനുശേഷം പിന്നെ പതിവ് പോലെ ദർശനത്തിന് പോവുകയൊക്കെ ചെയ്തു. പക്ഷെ ഒരു വിചിത്രമായ മറ്റൊരു സംഭവം എന്താ വെച്ചാൽ, തിരിച്ചു പോയതിന് ശേഷം സ്വപ്നത്തിൽ അമ്മയുടെ ദർശനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് മനസ്സിലായത് സ്വപ്നവും ഓരോരുത്തരുടെയും എല്ലാവരുടെയും സ്വപ്നവും അമ്മയുടെ നിയന്ത്രണത്തിനാണ്. അമ്മ വിചാരിച്ചാൽ അങ്ങനെയും അനുഗ്രഹിക്കാൻ സാധിക്കും എന്നെനിക്ക് തോന്നി. ലളിത അഷ്ടോത്തരത്തിൽ ജാഗ്രത് സ്വപ്ന സുഷുപ്തീനാം സാക്ഷിഭൂത്യൈ നമോ നമഃ എന്ന് പറയും. ദേവി ജാഗ്രത് സ്വപ്ന സുഷുപ്തി അവസ്ഥകൾക്ക് സാക്ഷിഭൂതയാണ്. ഈ മൂന്നും ദേവി അറിയുന്നുണ്ട്. നമ്മൾ ഉറക്കത്തിൽ തെറ്റ് ചെയ്താലും അത് അമ്മ അറിയും എന്നുള്ളത്, നമ്മുടെ ഓരോ ചിന്തയും അമ്മയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് എനിക്ക് ഈ അനുഭവത്തിലൂടെ മനസ്സിലായി. ഈ മന്ത്രം വിശ്വരൂപ ജാഗരണി സ്വപന്തി തൈജസാത്മിക സുപ്ത പ്രാജ്ഞാത്മിക തുര്യ സർവാവസ്ഥാ വിവർജിത എന്നുള്ളത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ അവസ്ഥകളും, പ്രപഞ്ചത്തിലുള്ള ഭൗതിക വസ്തു മാത്രമല്ല എല്ലാ അവസ്ഥകളും ദേവിയാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു.